തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ ആധാര നിർമ്മാണം. യൂത്ത് ലീഗ് തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. വ്യാജ ആധാര നിർമ്മാണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുക, കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, റവന്യൂ രജിസ്ട്രാർ വകുപ്പുകളുടെ കൂട്ടക്കച്ചവടം അവസാനിപ്പിക്കുക, വ്യാജ ആധാരത്തിലെ കള്ളക്കളി പുറത്തു കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് ലീഗ് ചെമ്മാട് റോഡിലെ തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ചത്. സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. തിരൂരങ്ങാടി രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ ആധാരം നിർമ്മിച്ചതെന്ന് ഗൗരവമുള്ള കാര്യമാണ്. ജനങ്ങളുടെ സ്വത്തിന് യാതൊരു സംരക്ഷണവുമില്ല എന്നതാണ് ഇത് തെളിയിക്കുന്നത്. സർവേ നമ്പറുമായി വന്നാൽ ഏത് ഭൂമിയും ആരുടെ പേരിലും മാറ്റാമെന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. 2 ആധാരങ്ങൾ നിർമ്മിച്ചതായാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൃത്യമായ അന്വേഷണം നടത്താൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്നും ആധാരം നിർമ്മിച്ചു നൽകിയ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും സമരത്തിന് നേതൃത്വം നൽകിയ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. ബൈറ്റ് ഉദ്യോഗസ്ഥർ ജോലിയിൽ തുടരാൻ യോഗ്യരല്ലെന്നും ഇറക്കിവിടണമെന്നും ആവശ്യപ്പെട്ട് ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ചതോടെ സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇത് നേരിയ സംഘർഷത്തിനിടയാക്കി. പോലീസും പ്രവർത്തകരും വാക്കേറ്റത്തിന് കാരണമായി. സമരത്തിന് CK മുനീർ, ഉസ്മാൻ കാച്ചടി, അയ്യൂബ് തലാപ്പിൽ, അസ്കർ ഉപ്പാട്ടിൽ, K മുഹിനുൽ ഇസ്ലാം, സലാഹുദ്ദീൻ, ജഫർ കുന്നേത്തേരി, ബാപ്പുട്ടി ചെമ്മാട്, സാദിഖ വള്ളൂർ, KT ഹാരിസ്, ഫൈസൽ കുഴിമണ്ണിൽ, ജുബൈ തോറാപ്പിൽ, നരിമടക്കൽ നൌഷാദ്, കള്ളിയത്ത് കുഞ്ഞ, KT ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി. മലബാർ ടൈംസ്, ചെമ്മാട്.